സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടൈം എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇപ്പൊ ടോട്ടൽ 20 hours ആണ്. ഡിസ്റ്റൻസ് ബൈ എത്രയാണ് ഇവിടെ? എത്ര ടൈം? സ്പീഡ് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 5 km/h 15 km/h. അപ്പൊ ഡൗൺ സ്ട്രീം പോകുമ്പോഴത്തേക്കും 5 + 10 15 ആണ് വരുന്നത്. അപ് സ്ട്രീം പോകുമ്പോഴത്തേക്കും 10 - 5 ആണ് വരുന്നത്. 5 വരും. അപ്പൊ 5 × 2 വരും. ഓക്കെ, നമുക്കിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 10d × 15d / 150 വരും. ദാറ്റ് ഈസ് 20. 25d എന്ന് പറയുന്നത് 20 × 150 വരും. ദാറ്റ് ഈസ് d ഈക്വൽ ടു 20 × 150 / 25. ദാറ്റ് ഈസ് 120 km ആണ് ആൻസറായിട്ട് കിട്ടുന്നത്. Raju sold an article to Ravi at a 10% gain. Raju 10% ഗെയിനിലാണ് രവിക്ക് ഒരു ആർട്ടിക്കിൾ വിറ്റത്. രവി സോൾഡ് ദ ആർട്ടിക്കിൾ ടു രാമു അറ്റ് ലോസ് ഓഫ് 10%. ഇപ്പൊ 100 രൂപയുടെ സാധനം 110 രൂപയ്ക്ക് വിറ്റു. 110 പിന്നെയും എത്ര രൂപയ്ക്കാണ് വിറ്റത്? 10% ലോസിൽ വിറ്റു. ഇപ്പൊ 99 രൂപയ്ക്ക് വിറ്റു. If Ramu paid 1485 to Ravi, രാമു എന്ത് ചെയ്തു? രവിക്ക് 1485 രൂപയാണ് കൊടുക്കുന്നത്. Find the selling price of Raju to Ravi. രാജു രവിക്ക് കൊടുത്ത സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം രാമു 99 ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത് 1485 ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? രാജു രവിക്ക് കൊടുത്ത സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ്. ഒരു 11 9 11 99. ഒരു 9 ഇവിടെ 5 വരും 58. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 1650 എന്ന് കിട്ടും ആൻസർ. ഇപ്പൊ എവിടെയാണ് നമുക്ക് ആദ്യം നോക്കിക്കഴിഞ്ഞാല് രാജു സോൾഡ് ആൻ ആർട്ടിക്കിൾ ടു രവി അറ്റ് 10% ഗെയിൻ. 10% ഗെയിനിലാണ് രാജു രവിക്ക് കൊടുത്തത്. ഇപ്പൊ 100 ഉം 110 ആണ്. രാജു രവിക്ക് 100 രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ള സാധനം 110 രൂപയ്ക്ക് കൊടുത്തു. രവി സോൾഡ് ദ ആർട്ടിക്കിൾ ടു രാമു. രവി രാമുവിന് എത്ര? ലോസ് ഓഫ് 10%, അതായത് 110ന്റെ 90/100 90% കൊടുത്തു. അതായത് 99 രൂപയ്ക്ക് കൊടുത്തു. If രാമു പെയ്ഡ് 1485 ടു രവി. രാമു എത്രയാണ്? 1485 ആണ് രവിക്ക് നൽകിയത്. അതായത് 99 ആണ് 1485. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് രാജു ടു രവി. രാജു രവിക്ക് കൊടുത്തത് 110 ആണ്. അപ്പൊ അത് 1650 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. A and B can do a piece of work. A and B can do a piece of work in 4 days. A plus B 4 days ചെയ്യും. B plus C എത്ര ഡേയ്സ് ചെയ്യും? 5 ദിവസം കൊണ്ട് ചെയ്യും. A plus C can do it in 10 days. A plus C എത്ര ദിവസം കൊണ്ട് ചെയ്യും? 10 days കൊണ്ട് ചെയ്യും. If A, B, C work together, how many days can they complete the work? അപ്പം A, B, C work together ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 20 എടുക്കാൻ ചെയ്യും. 20/4 5 4 2.
കിട്ടി. ഈ എ ബി സി വർക്ക് എയും ബിയും സിയും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ ഹൗ മെനി ഈ വർക്ക് ചെയ്യാൻ എത്ര നേരം എടുക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഫിഷ്യൻസി എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 2a പ്ലസ് 2b പ്ലസ് 2c ആണ് എത്ര എത്തുന്നത്? 2a പ്ലസ് 2b പ്ലസ് 2c 5 4 9 11 കിട്ടും. അപ്പൊ a പ്ലസ് ബി പ്ലസ് സി എത്ര കിട്ടും? 5.5 എന്ന് കിട്ടും. ഇപ്പൊ ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി എത്രയാ? എ പ്ലസ് ബി 5.5. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? എത്ര ദിവസം കൊണ്ട് അവർ ഈ എയും ബിയും സിയും കൂടെ എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് ചെയ്യുമെന്ന് കിട്ടും. 40/11 3 11 33 /7 3 and 7/11 ഡേയ്സ് കൊണ്ടാണ് എയും ബിയും സിയും കൂടെ ഈ വർക്ക് ചെയ്യുന്നതെന്ന് കിട്ടും. എ പ്ലസ് ബിയുടെ ടോട്ടൽ എ പ്ലസ് ബി അവർക്ക് ചെയ്യുന്ന 4 ഡേയ്സ് കൊണ്ട്, ബി പ്ലസ് സി 5 ദിവസം കൊണ്ട് ചെയ്യും, എ പ്ലസ് സി 10 ദിവസം കൊണ്ട് ചെയ്യും. ടോട്ടൽ നമ്മൾ LCM എടുക്കുമ്പോൾ ടോട്ടൽ വർക്ക് 20 ആണ്. 20 വർക്ക് ചെയ്യാൻ 4 ദിവസം. 5 ആണ് എഫിഷ്യൻസി. 20 വർക്ക് ചെയ്യാൻ 5 ഡേയ്സ് 4 ആണ് എഫിഷ്യൻസി. 20 ഡേയ്സ് വർക്ക് ചെയ്യാൻ 2 ആണ് എഫിഷ്യൻസി. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി 20/5.5 ചെയ്യും. 5.5 എന്ന് പറയുന്നത് ഇവിടെ എ പ്ലസ് ബി പ്ലസ് സിയുടെ ടോട്ടൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് 2a പ്ലസ് 2b പ്ലസ് 2c എടുക്കുമ്പോൾ 11 കിട്ടും. എ പ്ലസ് ബി പ്ലസ് സി ആകുമ്പോൾ 5.5 കിട്ടും. സോ 20/5.5 200/55 3 and 7/11 കിട്ടും. അടുത്തത്, the graph shows production of tires in lakhs by 3 different company X, Y, Z and Z over the years direction. Study the following graph. Answer the question. Average production per year of the company with the highest average production and that of the company with the lowest average production lakhs. അപ്പോൾ highest average production of the company. നമുക്ക് ഹയസ്റ്റ് ആവറേജ് പ്രൊഡക്ഷൻ ഏതൊക്കെ കമ്പനിയുടെ ആണെന്ന് നോക്കണം. അതുപോലെ ലോവസ്റ്റ് ആവറേജ് പ്രൊഡക്ഷൻ വരുന്നതും ഏത് വർഷമാണെന്ന് നോക്കണം. എന്നിട്ട് ഡിഫറൻസ് എടുക്കുക. ഇവിടെ നമ്മൾ എക്സ് വൈ ഇസഡ് 3 കമ്പനികൾ എഴുതി വെച്ചു. ഇനി ഓരോ കമ്പനിയുടെ ഓരോ വർഷത്തെ പ്രൊഡക്ഷൻ നമ്മൾ ആഡ് ചെയ്യുക. ഇപ്പൊ എക്സിന്റെ 2010 തൊട്ട് 2014 വരെയുള്ള അത് ആഡ് ചെയ്യുക. ഇപ്പൊ എത്രയാണ് ഇവിടെ? ഫസ്റ്റ് 50, സെക്കൻഡ് 40, അടുത്തത് 55, 45, 60. ഇപ്പൊ 5 5 10, ഇഷ്ടം 5 1 6 4 10 15 19 25. അതുപോലെ തന്നെ വൈയുടെ ആഡ് ചെയ്യുക. 55, 55, 60, 50, 55, 50 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പം 60 6 5 11 115, 165,
55 50 5 10 ശിഷ്ടം 1 6 1 7 5 12 5 17 270 കിട്ടും. 270 ഡിവൈഡ് ബൈ എന്താ, എത്ര വർഷം ഉള്ളത് ടോട്ടല്? 5 വർഷം. 270 ബൈ 5 ചെയ്യുമ്പം 54 എന്ന് കിട്ടും. ആവറേജ് ഇവിടെ 54 വൈഡ്. ഇവിടെ 51. ഈ ഇസഡിന്റെ കണ്ടുപിടിക്കുമ്പം 45 50 45 50 95 പ്ലസ് ഇസഡിന്റെ വീണ്ടും നോക്കുമ്പോഴത്തേക്ക് 60 60 45 60 60 45 5 5 10 9 10 16 അത് 20 22 4 260. അപ്പൊ 260 ഡിവൈഡഡ് ബൈ വീണ്ടും 5 5 5 25 10 2 5 10 22. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ആവറേജ് എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആൻസർ ഇവിടെ എന്താ കിട്ടും? 4 ആയിട്ട്. അടുത്തത്, വാട്ട് ഈസ് ദ മീൻ പ്രൊപ്പോർഷൻ ഓഫ് 9.61 ആൻഡ് 3.61 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ 9.61 ആൻഡ് 3.61.